തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടി. ഓഗസ്റ്റ് 12 വരെ നീട്ടിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. വിവരങ്ങളുമായി VS അനു തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അനു, വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ തീയതി നീട്ടിയിരിക്കുന്നത്. വിവരങ്ങൾ. ക്രമക്കേടുകൾ അല്ലെങ്കിൽ പരാതികൾ, ആരോപണങ്ങളൊക്കെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ BJP പോലും ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള BJP നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട് സംസ്ഥാനത്ത് ഏകദേശം 5 ലക്ഷത്തോളം ഇരട്ട വോട്ട് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് BJPയുടെ അടക്കം ആരോപണം. ഈ ഒരു ഘട്ടത്തിലാണ് ഈ 31-ാം തീയതി വരെയെങ്കിലും നീട്ടണമെന്ന് BJP നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിപ്പോൾ ഓഗസ്റ്റ് 12-ാം തീയതി വരെ നീട്ടിയിരിക്കുന്നു. അതായത് വ്യാപകമായ പരാതികൾ, അതായത് ഒരേ നമ്പറിൽ വ്യത്യസ്ത ആളുകൾക്ക് വോട്ടുണ്ട്, ഒരേ വോട്ടുള്ള ആളുകൾക്ക് വിവിധ വാർഡുകളിൽ വോട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ക്രമക്കേടുകളും ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പുതുക്കുന്നതിനുള്ള തീയതി ഓഗസ്റ്റ് 12 വരെ നീട്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീട്ടിയ കാര്യം അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, വ്യാപകമായ പരാതികൾ വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള അവസാന തീയതി ഏതായാലും നീട്ടിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 12 വരെ നീട്ടിയതായാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഈ നിർണായകമായ തീരുമാനം ഉണ്ടായത്. VS അനുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.